ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വെക്കാറില്ലേ, അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന ചോറ് നമ്മൾ കളയാറല്ലേ പതിവ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കളയരുത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്നാക്സുകൾ തയ്യാറാക്കാം. അത്തരത്തിലുള്ളൊരു സ്നാക്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് ചോറ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് ഒരു 2 കപ്പ് ചോറോളം ഇട്ട് കൊടുത്തു. അതിൽ ഒരു 1/4 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോറെടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഞാനൊരു 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിന് ഒരു 1/4 ഭാഗത്തോളം ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഒന്ന് അടപ്പ് വെച്ച് അടച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരാതെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ റവയിൽ നമുക്ക് ധാരാളം വെള്ളം ചേരുമല്ലോ. അപ്പോൾ ചോറും റവയും കൂടി ആകുമ്പോൾ അതിൽ കണക്കാക്കിയുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബാറ്ററി കട്ടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് നമുക്ക് പരുവം കേട്ടോ. ഇതേ രീതിയിലിരിക്കണം നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ആക്കി കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇച്ചിരി കൂടെ കട്ടിയായിരുന്നാലും വേണ്ടില്ല കേട്ടോ. തീരെ ഇതിൽ കൂടുതൽ കട്ടി കുറയാൻ പാടില്ല. ഇച്ചിരി കൂടി കട്ടി വെള്ളം ഇച്ചിരി കൂടി ഒന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി കുഴച്ചിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പിന്നെ ഒരു അരമുറി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ചിരക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ആ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് ഇതിൻ്റെ പാലൊന്ന് വറ്റിക്കണമേ. അപ്പോൾ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ചുവപ്പായിരുന്നാലും വെള്ളയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. മട്ടയരിയുടെ അവിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളയരിയുടെ അവിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ടയരിയുടെ അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിലും ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവിലൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങി കിട്ടണം കേട്ടോ. ചൂടാകുമ്പോൾ ആവിലൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങി കിട്ടൂലേ, അതുപോലെ ഒന്ന് ചുരുങ്ങി കിട്ടണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ അവിലൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 200 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടേ. അത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. മണ്ണുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചൊഴിച്ച് കൊടുക്കുക. മണ്ണില്ലാത്ത ശർക്കരയാണെങ്കിൽ അരിച്ചൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. താനെ ഇതിൽ തന്നെ നേരിട്ടങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ശർക്കര ചെറിയ കരടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് അതിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ട് ശർക്കര പാവൊക്കെ നന്നായിട്ട് വറ്റി നല്ല തേങ്ങയായിട്ട് പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. തീ കൂട്ടിയാൽ ചിലപ്പോൾ ശർക്കരയില്ലേ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലതാണ്, നല്ല ഫ്ലേവറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചുക്കിൻ്റെ പൊടി ഇല്ലായിരുന്നു.
പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് അരച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുതായിട്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് പെട്ടെന്ന് വറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഏകദേശം ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഉലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി നമുക്കൊന്ന് വറുന്ന് കിട്ടാനുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മുടെ തേങ്ങയുടെ തുറുവൊക്കെ നന്നായിട്ട് ഒന്ന് ഉലർന്ന പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ശർക്കരയുടെ ഈർപ്പമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആട്ടിവെച്ച നമ്മുടെ ചോറിൻ്റെ ബാറ്റർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആട്ടുന്ന സമയത്ത് വേണമെങ്കിൽ അതിൽ കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആട്ടിയതിന് ശേഷം ആണ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ഫ്ലേവറാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വാഴയില ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടി നന്നായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വാഴയിലയും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരേ കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ഇലയടയാണ് കേട്ടോ, ചോറ് കൊണ്ട് ഉള്ള ഇലയട. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിക്ക് പരത്തി കൊടുക്കുക. നൈസായിട്ടുള്ള ഭാഗത്തൊക്കെ ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇതിൻ്റെ നടുക്കായിട്ട് മധ്യത്തായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിരത്തി കൊടുക്കുക. നമ്മൾ ഇടുന്ന സമയത്ത് നിരത്തി ഇട്ടാൽ മതിയേ. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈയ്യുടെ തന്നെ ഇതുപോലെ പെട്ടെന്നൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു സ്റ്റീമർ ഞാൻ കുറച്ച് വെള്ളം വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സ്റ്റീമറിൻ്റെ മേലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടുത്ത ഇലയും കൂടി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തുറു ഇതിലേക്ക് മധ്യഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. എത്രത്തോളം മാവുണ്ട് അതനുസരിച്ച് തീരുന്നതുപോലെ നമുക്ക് ഇലയിലേക്ക് കോരി ഒഴിച്ച് ഇതുപോലെ തുറു വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കുക. എനിക്കൊരു 7 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ഞാൻ ആട്ടി എടുത്തപ്പോൾ എനിക്ക് ഒരു 7 ഇലയട ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചാണ് ഞാൻ ആവിയേറ്റി വേവിച്ചെടുത്തത്. ഒരു 15-20 മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തു. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കി. ഇപ്പം നന്നായിട്ടൊന്ന് തണുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇലയട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മൾ ഇലയട ഇലയിൽ നിന്ന് മാറ്റാവൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന ചോറ് കൊണ്ട് ഇതുപോലെയുള്ള നല്ല സ്നാക്സുകളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ റമളാനല്ലേ, അപ്പോൾ റമളാന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇലയടയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നോക്കിയേ, സൂപ്പറായിട്ടുള്ള അടയാണ്. നല്ല സ്മൂത്താണ്. നമ്മൾ ചോറല്ലേ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ല സ്മൂത്താണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു ഇലയടയാണ്. അപ്പോൾ 2 ഭാഗവും എല്ലാം ഞാൻ നീക്കം ചെയ്തു. ഇനി നമുക്ക് കയ്യിലേക്ക് തട്ടിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഇലയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി മുതൽ ചോറ് വേവിച്ചിട്ട് ബാക്കി വരുന്ന ചോറ് നമ്മൾ വേസ്റ്റ് കുട്ടയിൽ തള്ളരുത് കേട്ടോ. ഇതുപോലുള്ള സ്നാക്സുകളൊക്കെ തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയുമായിരിക്കും. അപ്പോൾ മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. ഇപ്പോൾ റമളാനല്ലേ, റമളാനിൽ നമുക്ക് നോമ്പുതുറ സമയത്ത് സ്നാക്സുകളൊക്കെ തയ്യാറാക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്നാക്സുകളൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കൊണ്ട് ഇതുപോലൊരു സ്നാക്സ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ പലഹാരം മൊത്തം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊന്ന് എടുത്ത് പിളർന്ന് കാണിച്ചു തരാം കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ പലഹാരം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു.